ഇടവനശ്ശേരി കവിത ലൈബ്രറി ആൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട കായൽ സന്ദർശനം നടത്തി. ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വായനക്കളരിയുടെ ഭാഗമായാണ് കായൽ സന്ദർശനം നടത്തിയത്. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിത ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വായനക്കളരിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്ക് തടാകത്തെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ശാസ്താംകോട്ട കായൽ സന്ദർശനം നടത്തിയത്. കായലിന്റെ സവിശേഷതകളും പ്രത്യേകതകളും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് കായൽ സന്ദർശനം നടത്തിയത്. തടാക സംരക്ഷണ ആക്ഷൻ കൗൺസിൽ കൺവീനർ ഹരി കുറുശ്ശേരി, എന്റെ കായൽ കൂട്ടായ്മ ഭാരവാഹി ദിലീപ് കുമാർ, കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ശാസ്താംകോട്ട ഫാസ്, കവി ഭൂപേഷ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് തടാകത്തിന്റെ പ്രത്യേകതകൾ പരിചയപ്പെടുത്തി. കേരളത്തിന്റെ വരദാനമായ കൊല്ലം ജില്ലയുടെ ജീവജലം പ്രദാനം ചെയ്യുന്ന ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യത ഞങ്ങളുടെ ഗ്രന്ഥശാലയിലെ കുട്ടികളെ ബോധ്യപ്പെടുത്താനുള്ള, അവരെ ഇത് കായൽ പരിചയപ്പെടുത്തി കൊടുക്കാനും ഈ ഗ്രന്ഥശാല പ്രവർത്തകരായി ഭാവിയിൽ വരുന്ന കുഞ്ഞുങ്ങൾ ഈ കായലിനെ സംരക്ഷിക്കാൻ, മലിനപ്പെടുത്താതെ കായലിൻ്റെ പരമാവധി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനാവുന്ന ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ വായനാ കളരിയുടെ ഭാഗമായി ഒരു ദിവസത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ഇവിടെ പല രൂപത്തിലുള്ള മലിനീകരണവും കായലിൻ്റെ ആയുസ് തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന കായലിൻ്റെ സംരക്ഷിക്കപ്പെടുന്ന ജലത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ സംബന്ധിച്ച് നല്ലൊരു അവബോധം ഉണ്ടാക്കാനാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. അതിൽ ഞങ്ങൾക്ക് ആത്മാർത്ഥമായ അഭിമാനമുണ്ട്. കാരണം ഇവിടെ പങ്കെടുത്ത പരിസ്ഥിതി പ്രവർത്തകരും കായൽ സംരക്ഷണ കൂട്ടായ്മയുടെയൊക്കെയുള്ള പ്രവർത്തകർ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാത്ത ഈ കായലിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അത് സംരക്ഷിക്കുന്നതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ചും ഇന്നത്തെ അപാകതകളൊക്കെ സംബന്ധിച്ചും എല്ലാം വളരെ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ആത്മാർത്ഥമുണ്ട്. ഗ്രന്ഥശാല ഭാരവേദി ഭാരവാഹികളായ നിള, അനാമിക തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.